ജൂലൈ 3 പടം എല്ലാവരും തിയേറ്ററിൽ പോയി വിസിറ്റ് ചെയ്യണം എന്നുള്ള ഒരൊറ്റ ആഗ്രഹമുള്ളൂ. അപ്പം എല്ലാവരും മറക്കണ്ട, ഡേറ്റും മറക്കണ്ട, ജൂലൈ 3. താങ്ക് യു വെരി മച്ച്. ഹലോ, നമസ്കാരം. എൻ്റെ പേര് കാശിനാഥ് സനീഷ് എന്നാണ്. പക്ഷെ 4 വാക്കിൽ ചുരുക്കി കാശി എന്നാണ് ഞാൻ എല്ലാവരോടും പറയാറ്. പിന്നെ എല്ലാവരും പറഞ്ഞു ഫുട്ബോൾ പ്ലെയർ ആണ്, കാര്യങ്ങളൊക്കെ ശരിയാണ്. പക്ഷേ ഞാനൊരു നടനും കൂടിയാണ്. ഞാൻ 6 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനം അഭിലാഷം എന്ന് പറഞ്ഞ പടത്തിനാണ് അഭിനയിച്ചത്, ഷൈജുവേട്ടൻ്റെ കൂടെ തന്നെ. പിന്നെ കളിക്കാരനാണ്. അതേപോലെ തന്നെ ഫുട്ബോൾ ഞാൻ കളിച്ചിട്ടുണ്ട്. 6-7 വർഷത്തോളം ഞാൻ ക്രസന്റ് എന്ന് പറയുന്ന ഒരു ഫുട്ബോൾ അക്കാഡമിയിൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. നിലവിൽ എൻ്റെ അത്ലറ്റിക്സ് ഈ ഒരു അത്ലറ്റ് ആയിട്ടുള്ള ഈ ഒരു കരിയറിൽ ഇപ്പം ഞാൻ എത്തി നിൽക്കുന്നത്, ഞാൻ റഗ്ബി എന്ന് പറയുന്ന ഒരു സ്പോർട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അധികം പോപ്പുലർ അല്ല, പക്ഷേ എന്നിലൂടെ പോപ്പുലർ ആവട്ടെ ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ റഗ്ബി എന്ന് പറയുന്ന ഒരു സ്പോർട്ടാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ ഹിസ്റ്റോറിക്കലായിട്ട് പറയുകയാണെങ്കിൽ കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് റഗ്ബി ഇന്ത്യൻ ടീം കളിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചു. പിന്നെ സിനിമയിലേക്ക് വരുന്ന സമയത്ത് ഞാൻ എപ്പോഴും എനിക്കുള്ളൊരു പ്രശ്നമാണോ എന്ന് അറിയില്ല, കളിക്കാൻ പോകുന്ന സമയത്ത് തന്നെ ഒരാൾ വന്ന് സിനിമാ നാടകം വിളിച്ചാൽ എനിക്ക് ഇഷ്ടമല്ല. അതേപോലെ തന്നെ അഭിനയിക്കുന്ന സമയത്ത് ഒരാൾ വന്ന് കളിക്കാരാ വിളിച്ചാൽ എനിക്ക് അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു പ്രശ്നമാണ്. പക്ഷെ ഈ സിനിമയിൽ കുഴപ്പമില്ല, കാരണം രണ്ടുമുണ്ട്, കളിയുണ്ട് അതേപോലെ തന്നെ അഭിനയമുണ്ട്. പിന്നെ എനിക്ക് കൂടുതൽ പറയാനുള്ളത്, ഞാൻ ക്യാരക്ടറിലേക്ക് വരാം. ഞാൻ തൊത്തു എന്ന് പറഞ്ഞൊരു കഥാപാത്രമാണ് ചെയ്തത്. നല്ലൊരു പേരാണ് തൊത്തു. അപ്പം തൊത്തുവിനെ പറ്റി പറയുകയാണെങ്കിൽ ഫുട്ബോൾ ഒരുപാട് നെഞ്ചോട് ചേർക്കുന്ന ഒരാളാണ്. സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും അദ്ദേഹത്തിന്റെ ടാലന്റും കാര്യങ്ങളും, അദ്ദേഹം പഠിച്ച സ്കിൽസും. പിന്നെ കുറെ ആൾക്കാരോട് ചോദിച്ചു ഈ സ്കില്ലൊക്കെ എപ്പം പഠിച്ചെടുത്താണ്. ഒരേട്ടൻ ചോദിച്ചു എത്ര ദിവസം കൊണ്ട് പഠിച്ചെടുത്താണ്. ദിവസങ്ങൾ മാസങ്ങളൊന്നും ഇല്ല, ഞാൻ ലോക്ക്ഡൌൺ സമയത്ത് പഠിച്ചെടുത്താണ് സത്യം പറഞ്ഞാൽ. പിന്നെ ഇപ്പൊ ഏകദേശം എനിക്കൊന്ന് 6-7 വർഷമായി. ഇതുവരെ അത് എനിക്ക് ഉപയോഗപ്പെട്ടില്ല, പക്ഷേ ഈ സിനിമയിൽ എനിക്ക് ഉപയോഗപ്പെട്ടു. അപ്പൊ അതിന് എനിക്ക് തോന്നുന്നു നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്ത് സാധനം എപ്പം പഠിച്ചു വെച്ചാലും അത് എന്തെങ്കിലുമൊക്കെ ഉപയോഗപ്പെടും. അത്ര തന്നെ പറയാനുള്ളൂ. എന്താണ് പ്രൊഫഷണൽ എന്ന് പറയുന്നത്? ഞാൻ പറയാൻ കാരണം ഞാനൊരു ഇന്ത്യൻ പ്ലെയർ ആണ്. എന്നെക്കൊണ്ടാണ് ഞാൻ പ്രൊഫഷണൽ എന്ന് ഉദ്ദേശിച്ചത്. അതെ, ഞാൻ ഇവിടെ നേരത്തെ പറഞ്ഞു, നിങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, ഞാൻ പ്രൊഫഷണൽ ആയിട്ട് അത്ലറ്റിക്സ് ആയാലും അതേപോലെ തന്നെ റഗ്ബി എന്ന് പറഞ്ഞ സ്പോർട്ടും കൊണ്ടു നടക്കുന്ന ഒരാളായിട്ടാണ് ഞാൻ പ്രൊഫഷണൽ എന്ന് പറഞ്ഞത്, അല്ലാതെ ബോൾ കളിക്കാനെ കൊണ്ട് മാത്രമല്ല. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ശ്രീനാഥ് മധുകുമാർ എന്നാണ്. ISL ഒക്കെ കണ്ടിട്ടുള്ളവർക്ക് കേട്ടിട്ടുള്ളവർക്ക് എൻ്റെ ശബ്ദം കേട്ട് പരിചയം ഉണ്ടാവും. ISL കമൻറ്റേറ്ററാണ്. അതേപോലെ സൂപ്പർ ലീഗ് കേരള പ്രീമിയർ ലീഗിൻ്റെ ഒക്കെ കഴിഞ്ഞൊരു 6 വർഷമായിട്ട് കമൻറ്ററി ചെയ്യുന്നുണ്ട്. ഞാനിതിവിടെ പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാൻ ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഈ സിനിമ മുന്നോട്ട് വയ്ക്കുന്ന ഒരു മെസ്സേജും അതുപോലെ തന്നെ ഈ സിനിമയുടെ ഒരു ബേസിനെ കുറിച്ചുമാണ്. ഇതുമായിട്ട് ബന്ധമില്ലെങ്കിൽ കൂടി പറയാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യത്തെക്കുറിച്ചാണ്, ഒരു മൂവ്മെന്റിനെ കുറിച്ചാണ് ഞാൻ ചെറിയ വാക്കുകളിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവരും ലോകകപ്പ് കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? ലോകകപ്പിലെ ബ്രസീലിയൻ ആരാധകരാരൊക്കെയാ? ആരുമില്ല. അർജന്റീന തോന്നി. അപ്പൊ എന്തായാലും നമ്മുടെ ഏഷ്യൻ രാജ്യമായിട്ടുള്ള ജാപ്പനീസ് ഫുട്ബോളിന് ഒരു നല്ലൊരു ഉയർച്ച ഈ കഴിഞ്ഞ കാലയളവിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആൻഡ് അതിന് പരമപ്രധാനമായ ഒരു റീസൺ, അവർ ഫുട്ബോളിലേക്ക് പാഷനേറ്റായി ഇൻവെസ്റ്റ് ചെയ്തതുകൊണ്ടാണ്. അവർ ഇൻവെസ്റ്റ് ചെയ്തത് പൈസ മുഖേനയല്ല, അവർ സ്നേഹം മുഖേനയാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതും ഈ ഒരു സിനിമയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ, ജാപ്പനീസ് ഫുട്ബോളിന്റെ വളർച്ചയ്ക്ക് വേണ്ടി അവർ ഒരുപാട് വർഷങ്ങളായി കഷ്ടപ്പെടുന്നതിൻ്റെ കൂടെ കുട്ടികളിലേക്ക്, അതായത് നമുക്ക് ഒരു നല്ല താരത്തെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ, ഒരു നല്ല ഫുട്ബോളറെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ കുട്ടികളിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയും അവരെ ഫുട്ബോളിലേക്ക് അടുപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേ സ്റ്റോറി തന്നെയാണ് ഇവിടെ ഗോളം ബേസിക്കലി പറയുന്നത്. അപ്പം ജാപ്പനീസ് ഫുട്ബോള് ഒരു കൾച്ചറിൽ അവർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സംഗതിയാണ്. അവർ ഫുട്ബോളിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി കുട്ടികളെ തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതിനൊപ്പം തന്നെ വളരെ ചെറിയ പ്രായത്തിൽ കുട്ടികൾക്കുള്ളിലേക്ക് ഫുട്ബോളിനെ അവരുടെ വെയിൻസിനുള്ളിലേക്ക് ഇഞ്ചക്ട് ചെയ്യാൻ വേണ്ടി അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഒരു ക്യാപ്റ്റൻ സുബാസു എന്ന് പറയുന്ന ഒരു അനിമെ ക്യാരക്ടർ വെച്ച് വളരെ ചെറിയ പ്രായം മുതലേ തന്നെ കുട്ടികളെ ഇൻസ്പയർ ചെയ്യാൻ തുടങ്ങി. നമ്മൾ എന്തുകൊണ്ട് ഇന്ത്യ ലോകകപ്പ് കളിക്കുന്നില്ല എന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. നമുക്ക് ഒറ്റ വാക്കിൽ വേണമെങ്കിൽ കാടടച്ച് വെടിവെച്ച സിസ്റ്റം ശരിയല്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഈ സിസ്റ്റത്തിൽ ഉൾക്കൊള്ളുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും. അപ്പൊ ഇതേ സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ജപ്പാൻ എടുത്തൊരു വലിയൊരു മുന്നേറ്റം തന്നെയാണ് ഒരു ക്യാപ്റ്റൻ സുബാസു എന്ന് പറയുന്ന ഒരു അനിമെ ക്യാരക്ടർ യൂസ് ചെയ്ത് കുട്ടികളിലേക്ക്, കുട്ടികളുടെ ബ്ലഡിലേക്ക്, വെയിൻസിലേക്ക് അവർ ഫുട്ബോൾ ഇഞ്ചക്ട് ചെയ്തു. അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു മെസ്സേജ് നൽകുന്ന ഒരു സിനിമയാണ്. കുട്ടികളെ
ഈ ഒരു തൊത്ത് എന്ന് പറയുന്ന ക്യാരക്ടറെ മുത്ത് എന്ന് പറയുന്ന പരിശീലകൻ എടുത്ത് പരിശീലിപ്പിച്ച് ചെറിയ പ്രായം മുതൽ വളർത്തിയെടുക്കുന്ന വലിയൊരു മെസ്സേജ് കൊടുക്കുന്ന, എങ്ങനെയാണ് പ്രോപ്പറായ ഒരു ഫുട്ബോളറെ ഡെവലപ്പ് ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ ഒരു ക്ലാസ് അടക്കം എടുത്തു കൊടുക്കുന്ന ഒരു സിനിമയാണിത്. നമ്മുടെ സി കെ വിനീതിന്റെ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂ കണ്ടു. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് ആദ്യമായിട്ടൊരു പരിശീലകനെ കിട്ടിയത് 17ാമത്തെ വയസ്സിലാണ്. ഇന്ത്യൻ ഫുട്ബോളിലെ സാഹചര്യമാണ്. 17ാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിന് ആദ്യമായിട്ട് ഒരു പരിശീലകനെ കിട്ടിയത്. നേരെ മറുപുറത്ത് 17ാമത്തെ വയസ്സിൽ ലയണൽ മെസ്സി വേൾഡ് കപ്പ് കളിക്കുക. അപ്പൊ അതാണ് അവരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം. അതിലേക്കൊരു എന്താണ് പറയുക, ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആകാൻ വേണ്ടി ഈ ഒരു സിനിമയ്ക്ക് ഡെഫിനറ്റ്ലി സാധിക്കും. കാരണം ഈ ക്യാപ്റ്റൻ സുഭാസുവിനെ പോലെ ഇപ്പം മുത്തു ആയാലും തൊത്തായാലും ഇവര് ഇനി വരുന്ന ജനറേഷനെ ഫുട്ബോൾ കളിക്കാരെ ഇൻസ്പയർ ചെയ്യുന്നതിലൂടെ തന്നെയാണ് സ്പോർട്സിലേക്ക് കൂടുതൽ എന്താണ് പറയുക കുട്ടികളും അതുപോലെ തന്നെ ആൾക്കാരും ആകർഷിക്കപ്പെടുക. നമുക്ക് എന്തെങ്കിലും ലോകകപ്പ് കളിക്കാനായി കഴിയും. അപ്പം ലോകകപ്പിലേക്ക് വേണ്ടിയുള്ള ഒരു പടി കൂടിയായിട്ട് നമുക്ക് ഡെഫിനറ്റ്ലി ഈ ഒരു സിനിമയെ കാണാം. ബോളഗോളത്തെ ലഹരിക്കെതിരായിട്ടും അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങളുടെ ആ ഒരു ഊഷ്മളതയ്ക്ക് വേണ്ടിയിട്ടും ഒക്കെ ശബ്ദിക്കുന്ന ഒരു സിനിമ കൂടിയാണ്. എല്ലാവരും ഡെഫിനറ്റ്ലി ഈ ഒരു സിനിമ ജൂലൈ മാസം 3-ാം തീയതി ചെന്ന് കാണണമെന്നുള്ളൊരു വലിയ അഭ്യർത്ഥന മാത്രമാണ് വയ്ക്കുന്നത്. താങ്ക് യു. നമസ്കാരം. എല്ലാ ഇന്റർവ്യൂവിലും പറയുന്ന പോലെ ഇന്റർവ്യൂ ഞാൻ സാധാരണ കൊടുക്കാറില്ല. നിങ്ങളെപ്പോലെ തന്നെ ക്യാമറയ്ക്ക് പിന്നിൽ നിന്നിട്ട് ശീലമുള്ളൂ. പക്ഷെ ഇതിൽ ഇവൻ മസ്റ്റായിട്ട് ഇരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ എൻ്റെ നാട്ടിൽ ഞാൻ ക്യാമറ ചെയ്യാൻ ചെയ്തുകൊണ്ടാണ് സംസാരിക്കാൻ തീരെ അറിയില്ല. നിങ്ങളെപ്പോൾ തന്നെ ബാക്കിൽ നിന്ന് പിടിക്കുന്നതാണ്. എൻ്റെ അടുത്ത് ഇവൻ സൗദിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കുറേ വർഷങ്ങളായിട്ട് കൊച്ചിയിൽ തന്നെയാണ്. അപ്പോൾ ഒരു സിനിമ ചെയ്യണമെന്ന് പറയുമ്പോൾ ഞാൻ ആകെ ഷോക്കായി. ആക്ച്വലി ഇവൻ ഒരുപാട് ഞങ്ങൾ സിനിമകൾ സംസാരിക്കുന്നതല്ലാതെ ഇവൻ ഒരു ഡയറക്ടർ ലെവലിൽ എനിക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഫസ്റ്റ് ഞാൻ കുറേ നോ പറഞ്ഞ ഒരു സമയം ഉണ്ടായിരുന്നു. പിന്നീട് അവൻ്റെ അടുത്ത് വിളിച്ച് നീ ആ സ്ക്രിപ്റ്റ് ഒന്ന് വായിച്ച് നോക്ക്, എന്നിട്ട് നീ അത് ഒഴിവാക്കണ വിവേക്കെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ കഷ്ടപ്പെട്ട് ഞാൻ വായിച്ചപ്പോൾ എൻ്റെ സ്റ്റോറി, ഞാനും ഇതിലൊരു ക്യാരക്ടറാണ്. ആക്ച്വലി എൻ്റെ നാട്ടിൽ റിയൽ ഇൻസിഡൻ്റ് ആയിട്ട് നടന്ന ഒരു ഗ്രൗണ്ട് നഷ്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറേ വർഷം മുമ്പാണ്. പക്ഷേ ഈ സബ്ജക്റ്റ് വെറും ഒരു ഗ്രൗണ്ട് നഷ്ടപ്പെടുത്തുന്ന ഒരു സിനിമയല്ല അത്. എനിക്കും മോനുണ്ട്, മക്കളുണ്ട്. അപ്പോൾ അവരും കൂടി ഞാൻ ചെയ്താൽ എനിക്കിത് ചെയ്യണമെന്ന് അപ്പോഴാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഞാൻ ഇവൻ്റെ അടുത്ത് പറഞ്ഞു ഇതേ ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ അവൻ വെച്ച ചലഞ്ച് നാട്ടിൽ ഷൂട്ട് ചെയ്തതില്ലേ, അത് അതിലും വലിയ ചലഞ്ച് ആയിരുന്നു. അതൊക്കെ തരണം ചെയ്തു. നല്ല നല്ല ഫ്രെയിമുകൾ എൻ്റെ നാട്ടിൽ എത്രത്തോളം ഭംഗിയാക്കാൻ പറ്റുമോ അതൊക്കെ മാക്സിമം ഞാൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. മാക്സിമം എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ സിനിമ കാണണം, കുട്ടികളെ സിനിമ കാണിക്കണം. അതാണ് സെൻസർ ബോർഡിൽ നിന്ന് പോലും നമ്മൾ ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്ത് എന്താ പറയുക സ്കൂൾ തലത്തിലൊക്കെ നിങ്ങളിത് പറഞ്ഞ് ചെയ്യിപ്പിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു സെൻസർ ബോർഡിൽ നിന്ന് അങ്ങനെയൊന്നും ആർക്കും പറഞ്ഞിട്ട് ഞാൻ കേട്ടില്ല. ഞാൻ 2-3 പ്രാവശ്യം സെൻസർ ബോർഡിൻ്റെ പ്രീ ഷോക്കിൽ പോയതാണ്. അപ്പോൾ അവിടെയൊക്കെ കട്ടി മ്യൂട്ട് എന്നൊക്കെ പറയണത് ഇതൊന്നും ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ ആ ഷോക്കിങ് ഇതിൽ കുറേ ഡ്രഗിൻ്റെ കുറേ സീക്വൻസ് ഉണ്ട്. ജസ്റ്റ് ബ്ലർ ചെയ്യാനായാലും പറയും, ഇതൊന്നും പറഞ്ഞില്ല. എനിക്ക് ഭയങ്കര പോസിറ്റീവ് ആ സമയത്ത്. ഇത്രയ്ക്ക് പറയാനുള്ളൂ. താങ്ക് യു. എല്ലാവരും സിനിമ കാണും. താങ്ക് യു. ഓക്കെ, ഇനി മീഡിയ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ചോദിക്കാം. എന്താണ് ചോദിക്കാനുള്ള? പടം കണ്ടതല്ല ഇന്നലെ, റിവ്യൂ കണ്ടവർക്ക് ചോദിക്കാം. ആരാണ് ഫസ്റ്റ് ചോദ്യം?